തിജാനിയത്തിൽ ആധുനിക തിജാനിയത്ത്, പൗരാണിക തിജാനിയത്ത് എന്ന രണ്ടില്ല, ഒന്ന്. എൻ്റെ ഷേഖ് എനിക്ക് കൈ തന്നത് ഷേഖ് ഇബ്രാഹിം സാലിഹുൽ ഹുസൈനി തങ്ങളാണ്. ആ മഹാനെ നിങ്ങൾക്ക് പഠിക്കാം. അവരിന്ന് ലോകത്ത് ജീവിക്കുന്ന മഹാപണ്ഡിതന്മാരിൽ മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. യാതൊരു സംശയം, നിങ്ങൾ പഠിക്കാം. അവർ സ്വന്തം മകനെ പോലെ എന്നെ കണക്കാക്കുകയും എനിക്ക് ഈ കാര്യം കേരളത്തിൽ പ്രചരിപ്പിക്കാനുള്ള പ്രത്യേക കൽപ്പനയും തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. തിജാനി മശായിഖന്മാരെല്ലാം വലിയ ആരിഫ്യങ്ങളാണ്, വലിയ മഹാന്മാരാണ്. എന്നോട് നിങ്ങൾക്കുള്ള ദേഷ്യം തിജാനിയത്തിന് വിമർശിക്കാൻ അങ്ങനെ കാരണമായാൽ അത് നിങ്ങളുടെ ആഖിബത്തിനെ ബാധിക്കും. ഇന്നാലിന്ന ഉലിയപ്പാപ്പ, ഇന്നാലിന്ന മൊഹീദ്ദീൻ ഷേഖ്, റിഫായി ഷേഖ്, തിജാനി തങ്ങളെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാജപ്പാപ്പ, ഏതെങ്കിലും ഒരു വലിയ ഏറ്റവും ചെറിയ ഒരു സഹാബിയെക്കാളും മേലെയാണെന്ന് വാദിച്ചാൽ അവൻ സുന്നിയല്ല, അവൻ മുബ്തദിയാണ്. ഇതാണ് തിജാനി വിശ്വാസം. ഇത് അനവധി തവണങ്ങൾ ഇല്ലേ, എത്രയോ തവണ ശ്രമിച്ചിട്ടുണ്ട്. ആധുനിക തിജാനിയ മാർഗം എന്നൊരാൾ പറഞ്ഞാൽ ആധുനിക തിജാനിയ മാർഗം പേച്ചതാണെന്ന് ഒരാൾ പറഞ്ഞാൽ എന്നാണ് ഈ ആധുനിക തിജാനിയ മാർഗം തുടങ്ങുന്നത്? അതെന്നാണ്? 1975 അല്ലെങ്കിൽ 78 എന്ന എൻ്റെ ഓർമ്മയിലാണ് ഹാഫിദുൽ മിസ്രി തങ്ങൾ ജനിക്കുന്നത്, വഫാത്താവുന്നത്. ഹാഫിദുൽ മിസ്രി തങ്ങൾ അദ്ദേഹം തിജാനി മാർഗത്തിലെ വലിയ നേതാക്കന്മാരിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് വഫാത്താവുന്ന വലിയ മഹാനാണ് ഹാഫിദുൽ മിസ്രി. അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അബ്ദുൽ അലി മഹ്മൂദാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഉസ്താദ്. അതായത് ഹാഫിദുൽ മിസ്രി തങ്ങളുടെ ഹദീസ് വലിയ മുഹദ്ദിസാണ് അബ്ദുൽ അലി മഹ്മൂദ് തന്നെ. അബ്ദുൽ അലി മഹ്മൂദിന്റെ ഹദീസിന്റെ ഷെയ്ഖാണ് ഹാഫിദുൽ മിസ്രി തങ്ങൾ. ഹാഫിദുൽ മിസ്രി തങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ഇന്ന് ജീവിക്കുന്ന ശിഷ്യന്മാർ വരെ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടും. ഈ 975-ലോ 78-ലാണ് അദ്ദേഹത്തിന് മരണം. അദ്ദേഹം ഇശാക്ക് എടുത്ത ഉളു കൊണ്ട് സുബഹി നിസ്കരിച്ചിട്ടുണ്ട് 40-ലേറെ കൊല്ലം. ഈജിപ്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് അലി ജുമാ ഇത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അലി ജുമാ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഷെയ്ഖ് മുത്തവല്ലി ഷാറാബി 999-ലാണ് വഫാത്ത് എൻ്റെ ഓർമ്മ. ഷെയ്ഖ് മുത്തവല്ലി ഷാറാബി 20-ാം നൂറ്റാണ്ടിൽ ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് മുത്തവല്ലി ഷാറാബി. അദ്ദേഹം ഈജിപ്തിലെ വലിയ പണ്ഡിതനായിരുന്നു, വലിയ ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം വഫാത്താകും 999 എൻ്റെ ഓർമ്മ. അദ്ദേഹം മുഫസ്സിറുൽ ഖുർആനാണ്. അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനങ്ങളൊക്കെ 10, 20, 25 വാള്യത്തിലെ തഫ്സീറുകളൊക്കെ പലയിടത്തുണ്ട്. ഈ കോളേജിലുണ്ട്, എൻ്റെ കയ്യിൽ വേറെയുണ്ട്. വലിയ മുഫസ്സിറാണ്, വലിയ മുഹദ്ദിസാണ്, വലിയ ഫഖീഹാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഹാഫിദുൽ മിസ്രി തങ്ങളുടെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? 40 കൊല്ലത്തേക്കാൾ കൂടുതൽ, 40 കൊല്ലക്കാലത്തേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഉസ്താദ് ഹാഫിദുൽ മിസ്രി അത്തിജാനി അവര് ഇശാ നിസ്കരിച്ച ഉളു കൊണ്ട് 40-ലേറെ കൊല്ലം സുബഹി നിസ്കരിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഷെയ്ഖ് മുത്തവല്ലി ഷാറാബി പറയുന്ന രേഖ ഇന്ന് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ച കിട്ടും. ഈ ആധുനിക തിജാനികളൊക്കെ പേച്ചവരാണെന്ന് പറയുകയാണെങ്കിൽ ഈ ആധുനികത എന്നാണ് അവ തുടങ്ങിയത്? അത് 2000-ന് ശേഷം വേറെന്തോ പേര് വന്നോ എന്നാണ് ഈ പറയുന്നത്. നമ്മൾ ആരോടെങ്കിലുള്ള ദേഷ്യം കൊണ്ട്, എനിക്കിപ്പോൾ നിങ്ങളെയൊക്കെ ദേഷ്യപ്പെടുത്താതെ പ്രസംഗിക്കാതെ ഇരിക്കണം എന്ന പൂതിയുണ്ട്. ഒരു വേള ഞാൻ അങ്ങനെ ആഗ്രഹിക്കും. പക്ഷേ ഈ കൂലി നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് പിന്നെ പ്രസംഗിക്കും. അള്ളാഹിന്റെ ഏറ്റവും കാര്യം ദഅവത്തിനേക്കാൾ വലിയ സംഗതിയില്ല. ദഅവത്തിലെ ഏറ്റവും വലിയ ദഅവത്ത് എന്നാൽ അമ്പിയാക്കളൊക്കെ ചെയ്ത ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രഭാഷണം തന്നെയാണ്. അഖി ഹാറൂനു ഹുവ അഫ്സഹു മിന്നീ വലാ അംലികു ഇല്ലാ നഫ്സി വഅഖി. സയ്യിദുനാ മൂസ തൻ്റെ ജ്യേഷ്ഠനെ കൂടെ കൊണ്ട് നടന്നു. എന്തുകൊണ്ട്? സാഹിത്യ പ്രഭാഷണങ്ങളിൽ ഏറ്റവും സമുന്നതൻ ആരായിരുന്നു? ഹാറൂന. അഖി ഹാറൂനു ഹുവ അഫ്സഹു മിന്നീ, എന്നെക്കാൾ വലിയ സാഹിത്യ
പ്രഭാഷണങ്ങൾ പറയാൻ കരുത്തൻ എൻ്റെ ജ്യേഷ്ഠൻ ഹാറൂൻ ആയതുകൊണ്ട് എൻ്റെ കൂടെ കൂട്ടിത്തരണം എന്ന് വഹീൻ്റെ നേരത്ത്, നുബുവത്തിൻ്റെ നേരത്ത് ഹാറൂൻ നബിയെക്കുറിച്ച് തൻ്റെ കൂടെ കൂട്ടിത്തരണം എന്ന് മൂസ നബി ആരോട് പറഞ്ഞു? അള്ളാഹുവോട് പറഞ്ഞു. അള്ളാഹു തആല കൂട്ടിച്ചേർക്കുകയും കൊടുത്തു. കൂട്ടിച്ചേർത്തു. രണ്ടാളും കൂടിയാണ് ഫറോവയുടെ കൊട്ടാരത്തിൽ പോയത്. ഉമർ റബ്ബുക്കുമാ യാ മൂസ, നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബാര? ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആര് പറഞ്ഞു? സയ്യിദുനാ മൂസ. രണ്ടാളും ഒന്നിച്ച ദർബാറിൽ നിൽക്കുന്നത് ഫറോവയുടെ മുന്നിൽ. ഒന്ന് സയ്യിദുനാ മൂസ, ഹാറൂനെ കൂടെ കൂട്ടാൻ ഹാറൂൻ. വർത്തമാനത്തിൽ ആർക്കും ഹാറൂനെ തോൽപ്പിക്കാൻ കഴിയില്ല. സയ്യിദുനാ ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ നബി മരിച്ചപ്പോൾ മൂസ നബി കഴിഞ്ഞ സംഭവമൊക്കെ ഈ അടുത്ത ദിവസം പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറയാൻ കാരണമെന്നാൽ, പ്രഭാഷണങ്ങൾ എക്കാലത്തെയും പ്രബോധനത്തിന്റെ ഏറ്റവും അടിസ്ഥാന ടൂളാണ്. അത് നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആ മുഖത്ത് നിന്ന് പോകലായിരിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഉണ്ടായ ഗുണം, സോഷ്യൽ മീഡിയ ഒരുപാട് തിന്മകൾക്ക് കാരണമായി, പക്ഷേ നന്മകൾക്കും കാരണമായി. നമ്മൾ ഈ പ്രസംഗം അവിടെ പ്രസംഗിച്ചു വെച്ചു. പണ്ട് അങ്ങനെയല്ല. പരിപാടി, ക്രിസ്താൻ്റെ പരിപാടി ഉണ്ട്, പോരുന്നില്ലേ? ആ വൃത്തിന് പോരാൻ. അപ്പോൾ ഉമ്മാക്ക് ഗുളിക കൊടുക്കേണ്ട നേരാണ്, ഉമ്മാനെയും കൊണ്ട് ആശുപത്രിക്ക് പോകേണ്ട നേരാണ്, അല്ലെങ്കിൽ ഭാര്യക്ക് പ്രസവവേദന നൽകിയ നേരാണ്. അപ്പോൾ പറയും, എനിക്കിടൂ, ഞാൻ ആ പരിപാടിക്ക് കാത്തിരുന്നതാണ്, പക്ഷേ വയ്യല്ലോ, പോയിക്കും എന്ന് പറയലായിരുന്നു പഴയ കാലത്ത്. പിന്നെ കാസറ്റ് കിട്ടിയാൽ എൻ്റെ ഓല മര്യാദയ്ക്ക് നിന്നാൽ അങ്ങനെയൊക്കെയാണ് അത് കേട്ടിരുന്നത്. ഇന്നങ്ങനെ ഇന്നൊരാൾ പ്രസംഗിച്ചു വെച്ചാൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഈ സംവിധാനങ്ങൾ നിലനിൽക്കുന്നില്ല. എന്നും നിലനിൽക്കുന്നെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇത് പൊടുന്നനെയൊക്കെ തകർന്ന് ആധുനികതക്കൊന്നും ആയുസില്ല, പക്ഷെ നിലവിലുള്ള സ്റ്റേജിൽ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കാനും നമുക്ക് കഴിയും. എന്താണെങ്കിലും, അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. നാരായണൻ എന്ന പേരുള്ള ഒരു ഹൈന്ദവ പണ്ഡിതൻ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഒരാളുടെ കയ്യിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം കൊടുത്തയച്ചു. നാരായണൻ എന്നാണ് എൻ്റെ ഓർമ്മ. ഹൈന്ദവ പണ്ഡിതനാണ് അദ്ദേഹം, നല്ല പണ്ഡിതനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു, കുറേ ഭാഗങ്ങൾ വായിച്ചു. അപ്പോൾ നല്ല അറിവുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞയച്ചു, എനിക്ക് കാസിമായി വ്യക്തിപരമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴാണ് ഒഴിവ് എന്നൊന്ന് അന്വേഷിച്ചു വരൂ എന്ന് ഈ പറയപ്പെട്ട ആളോട് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകം എൻ്റെ അടുത്ത് കൊടുത്തു വിടുകയും ചെയ്തു. അപ്പോൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്, അടുത്ത ദിവസം നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു പണ്ഡിതൻ, ഹൈന്ദവ പണ്ഡിതൻ, അനർഘമായ വിജ്ഞാനങ്ങളുള്ള ഒരു പണ്ഡിതൻ, എന്തുകൊണ്ടാണ് ഇവർ നമ്മോട് സംസാരിക്കാൻ തയ്യാറാവുന്നത്? അതുകൊണ്ട് ഇപ്പം ഒരു നേട്ടം ഉണ്ടായിട്ടൊന്നുമല്ല, നേട്ടം ഉണ്ടാവില്ല എന്നല്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു പണ്ഡിതനോട് സംസാരിക്കുമ്പോൾ നമുക്കും നേട്ടങ്ങളുണ്ടാവും. അദ്ദേഹം നല്ല നിപുണനായ പണ്ഡിതനാണ്, കാര്യമുള്ള പണ്ഡിതനാണ് അദ്ദേഹം, ചെറിയ ആളല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരാഴത്തിൽ ഉള്ള ആശയങ്ങളുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അദ്ദേഹം എനിക്ക് അയച്ചെന്ന പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ നല്ല കഴമ്പുള്ള വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, ഇതൊക്കെ സമുദായങ്ങൾ തമ്മിൽ അടുക്കണം, സമുദായങ്ങൾ തമ്മിൽ തിരിച്ചറിയണം, സ്പർദ്ധതയും അകൽച്ചയും ഇല്ലാതാക്കണം, പരസ്പരം തിരിച്ചറിയണം. സത്യത്തിൻ്റെ അവസാന ഭാഗം ഒന്നാണ്, സത്യം രണ്ടല്ല, സത്യം ഒന്നാണ്. അത് പരസ്പരമുള്ള സംവേദനക്ഷമതയുടെ മാത്രമേ സാധ്യമുള്ളൂ. ഇതൊക്കെ കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു വയലിൻ്റെ സദസ്സിൽ ഇവിടെയൊക്കെ അടുത്തുള്ള ഒരു കോളേജിലെ ഒരു പ്രൊഫസറായൊരു സ്ത്രീ ഒരു പൊതുവേദിയിൽ എൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് എന്നെ വല്ലാതെ ഇറങ്ങി വന്നു. ഞാനിവിടെ അടുത്ത് ഒരു 10-15 കൊല്ലം മുമ്പാണ് ഇവിടെ കട്ടാങ്ങലടുത്തൊരു പ്രസംഗം നടത്തി. അപ്പോൾ ആ സ്ത്രീ ആ പ്രസംഗം കേട്ടു. ആ പ്രസംഗം കഴിഞ്ഞിട്ട് അവർ ഉസ്താദിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് വളരെ സന്തോഷം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രസംഗം നടക്കുന്ന സ്ഥലങ്ങളെ പറ്റിയൊക്കെ ആ സ്ത്രീ അന്വേഷിച്ചിട്ടുണ്ടാവും. പിന്നെ റമദാൻ മാസത്തിൽ നമ്മൾ ക്ലാസ് കാര്യം എടുത്ത് വരട്ടെ. അപ്പോൾ ഈ സ്ത്രീയും ഭർത്താവും കൂടി നേരെ നമ്മളെ വേദിയിലേക്ക് വന്നപ്പോൾ നമ്മൾ വളണ്ടിയർമാർ തടഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾക്കൊരു പ്രവേശനമില്ല എന്ന്. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു, അവർ തിരിച്ചു പോവുകയും ചെയ്തു. മനസ്സിലായില്ല, ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അത് അന്നത്തെ ബാരിക്കേഡുകളാണ്.
നമ്മുടെ വളണ്ടിയർമാർ തടഞ്ഞത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ആണും പെണ്ണും ഒരു വേദിയിൽ ഇരിക്കുന്ന സംവിധാനം നമ്മുടെ നിയമം അനുസരിച്ച് തെറ്റാണ്. അവരാ നിയമത്തിന് അകത്തുള്ള ആളുമല്ല. അവരൊരു ഓരത്തിരുന്നോട്ടെ, അവർ പ്രസംഗം കേൾക്കാൻ വന്നാലേ നിയമമൊക്കെ പിന്നത്തെ കാര്യമല്ലേ എന്ന് പറയാൻ നമ്മളെ വളണ്ടിയർമാർക്ക് തോന്നിയില്ല. അവർക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ കാരണം അങ്ങനെ ഹൈന്ദവ സ്ത്രീകൾ വന്നാൽ സദസ്സിൽ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള നിർദ്ദേശം നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? നമ്മളെ പ്രതീക്ഷയിൽ അങ്ങനെ ഹൈന്ദവ സഹോദരിമാർ പ്രഭാഷണത്തിന് വരുന്നത് ഇല്ല. പിന്നെ ഭർത്താവും ഭാര്യയും കുട്ടികൾ കൂടെ ഇരുന്ന് ഒരു ഞായറാഴ്ച ഒഴിവുള്ള ദിവസമല്ലേ, അപ്പൊ ആസ്വദിച്ച് പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നവർക്ക് പെണ്ണുങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നവർ പോയി. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു കാര്യം പരിചയമില്ല, അറിവില്ല. പക്ഷെ അതേ സമയത്ത് ഇതൊക്കെ 15 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ അവർക്ക് വീട്ടിലിരുന്ന് നമ്മളെ പ്രസംഗം കേൾക്കാം. പല പ്രസംഗങ്ങൾക്കും കമന്റ് ചെയ്യുന്നതിൽ വലിയൊരു ശതമാനം ഹിന്ദുക്കളാണ്. ചില കമന്റ് ബോക്സുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് വളരെ അല്ലേ, അങ്ങനെ തന്നെയല്ലേ, ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഹിന്ദു സഹോദരങ്ങൾ, ഹിന്ദു സ്ത്രീകൾ. അതൊരു നന്മയാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു നന്മയാണത്. എന്താണ് ഇവർ പറയുന്നതെന്നെങ്കിലും മനസ്സിലാക്കാനും മറ്റാരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ വയലും മദ്രസയൊക്കെ ഭീകര കേന്ദ്രങ്ങളാണ് എന്ന് ആവർത്തിച്ച് വരും. ഇപ്പോൾ ഇവരത് പറയൂല. എന്തുകൊണ്ട്? ഇതൊക്കെ പരസ്യമാണ്. ഏതൊരു പ്രഭാഷകന്റെയും പ്രഭാഷണം കേൾക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പ്രഭാഷകൻ ഒരു ടെററിസം പറഞ്ഞാൽ പോലും അതിനെ തിരുത്താനുള്ള പ്രഭാഷണങ്ങൾ ഇപ്പുറത്തുണ്ട്. ഞാൻ ഈ ദുനിയാവിലെല്ലാവരും എന്നെ കത്തിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞാലും ഭീകരവാദത്തിന് ഞാൻ കൂട്ടുനിൽക്കൂല ഒരിക്കലും. എന്തുകൊണ്ട്? ഞാൻ മനസ്സിലാക്കിയ പടച്ചോനും ഞാൻ മനസ്സിലാക്കിയ മതത്തിനും എതിരാണ് ഭീകരവാദം. ഒരു അന്യ സമുദായക്കാരനെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, അതിന് ഞാൻ കൂട്ടുനിൽക്കൂല എന്ന് മാത്രമല്ല, ഒരു കൂട്ടുനിൽക്കുന്നവന് പോലും കൂട്ടുകൂല. എല്ലാവരും തീരുമാനിച്ചാൽ ഞാനുണ്ടാവും. എന്തുകൊണ്ട്? അത് ഞാൻ മനസ്സിലാക്കിയ മതത്തിനെതിരാണ്. ഞാൻ മനസ്സിലാക്കിയ മതം കരുണയാണ്. ഞാൻ മനസ്സിലാക്കിയ പടച്ചോൻ കരുണാവാരിധിയാണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, കരുണയുള്ളവനും വീണ്ടും കരുണയുള്ളവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊണ്ടുവരുന്നത്, തിജാനിയത്തിൽ ആധുനിക തിജാനിയത്ത്, പൗരാണിക തിജാനിയത്ത് എന്ന രണ്ടില്ല, ഒന്നേ. എൻ്റെ ഷേഖ് എനിക്ക് കൈ തന്നത് ഷേഖ് ഇബ്രാഹിം സാലിഹുൽ ഹുസൈനി തങ്ങളാണ്. ആ മഹാനെ നിങ്ങൾക്ക് പഠിക്കാം. അവരിന്ന് ലോകത്ത് ജീവിക്കുന്ന മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. യാതൊരു സംശയം, നിങ്ങൾ പഠിക്കാം. അവർ സ്വന്തം മകനെ പോലെ എന്നെ കണക്കാക്കുകയും എനിക്ക് ഈ കാര്യം കേരളത്തിൽ പ്രചരിപ്പിക്കാനുള്ള പ്രത്യേക കൽപ്പനയും തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തിജാനി മശായിഖന്മാരെല്ലാം വലിയ ആരിഫ്യങ്ങളാണ്, വലിയ മഹാന്മാരാണ്. എന്നോട് നിങ്ങൾക്കുള്ള ദേഷ്യം തിജാനിയത്തിന് വിമർശിക്കാൻ കാരണമായാൽ അത് നിങ്ങളുടെ ആഖിബത്തിനെ ബാധിക്കും. അതാണ് പ്രശ്നം. അത് നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. പിന്നെ തിജാനികൾക്ക് ലോകത്തെ ഏറ്റവും വലിയ ഷെയ്ഖ് തിജാൻ ശരിയാണ്. ഔലിയാക്കളിൽ ലോകത്ത് വന്ന ഔലിയാക്കളിൽ ഏറ്റവും മഹാൻ ഷെയ്ഖ് അഹമ്മദ് തിജാനിയാണ് എന്ന് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നയിൽപ്പെട്ട തിജാനികൾ വിശ്വസിക്കുക. അത് അഹ്ലുസുന്നക്കെതിരായ ഒരു വിശ്വാസമല്ല. അതേ സമയത്ത് അമ്പിയാക്കൾ സ്വഹാബികളോ ആ ലിസ്റ്റിൽ വരൂല. ഞാൻ എൻ്റെ ഈ 25 കൊല്ലത്തിനുള്ളിൽ അനവധി തവണ എൻ്റെ സദസ്സിന് മുന്നിൽ പ്രസംഗിച്ചൊരു പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഏതെങ്കിലും ഒരാൾ അയാളുടെ ഷെയ്ഖ്, ഇന്നാലിന്ന ഉലിയപ്പാപ്പ, ഇന്നാലിന്ന മൊഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, തിജാനി തങ്ങളെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാജപ്പാപ്പ, ഏതെങ്കിലും ഒരു വലിയ ഏറ്റവും ചെറിയ ഒരു സ്വഹാബിയെക്കാളും മേലെയാണെന്ന് വാദിച്ചാൽ അവൻ സുന്നിയല്ല, അവൻ മുബ്തദിയാണ്. ഇതാണ് തിജാനി വിശ്വാസം. അനവധി തവണ ഇല്ലേ, എത്രയോ തവണ ശ്രമിച്ചു. അതായത് ഒരു സ്വഹാബിയുടെ സ്ഥാനം ഒരു വലിയന് ഇല്ല. എന്തുകൊണ്ട്? സുഹബത്തിൽ മുസ്തഫ. അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണിന്റെ മുന്നിൽ പെട്ടിട്ടുണ്ട്. അവർ നബിയെ കാണാത്ത കുരുടനായാലും വേണ്ടിയില്ല. നബിയെ കാണുക എന്നൊരു ഭാഗ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ ഭാഗ്യം നബിയെ കാണലല്ല, നബിയുടെ മുന്നിലിരുന്ന് നബി ഇങ്ങനെ കാണലാണ്. അതിനേക്കാൾ മുഹീദ്ദീൻ ഷേഖ് മഹാനാണ് എന്നൊരു സഹാബിയേക്കാൾ. ഉദാഹരണം പറയാ, അള്ളാഹുവിന്റെ ഹബീബിനെ ഏറെ വിഷമിപ്പിച്ച് പിന്നെ മുസ്ലിമായ സഹാബിയാണല്ലോ
ബഹുമാനപ്പെട്ട വഹ്ശ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു, ഈ വഹ്ശ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മൊഹീദ്ദീൻ ഷേഖ് മഹാനാണെന്ന് വിശ്വസിച്ചാൽ ഓൻ സുന്നിയല്ല, മുബത്തദിയാണ്. റിഫായി ഷേഖ് മഹാനാണെന്ന് വെച്ചാൽ വിശ്വസിച്ചാൽ മുബത്തദിയാണ്, സുന്നിയല്ല എന്ന് ഞാൻ നൂറുകണക്കിന് തവണ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയും സ്വഹാബിയുടെ സ്ഥാനത്തെത്തൂല, ഒരു സ്വഹാബിയുടെ രോമത്തിന്റെ കതിരെത്തൂല, ഒരാളും എത്തേയില്ല. എന്തുകൊണ്ട്? ബിസുഹ്ബത്തിൽ മുസ്തഫ. അവരാരുടെ നേരെ നേരെ ആരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്? ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം സ്വഹാബിയുടെ സ്ഥാനമാണ്. ലോകാവസാനം വരെയുള്ള ആളുകൾ സുജൂദിൽ തലകുത്തി നിന്നാലും ആരുടെ സ്ഥാനത്തെത്തൂല? സ്വഹാബിയുടെ സ്ഥാനത്തെത്തൂല. ഇത് അഹ്ലു സുന്നയുടെ വിശ്വാസം, ഇതാണ് തിജാനി വിശ്വാസം. എന്താണ് മനുഷ്യന്മാര് പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനേക്കാൾ മഹാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോഴും ക്ലിപ്പ് ഓടിക്കുക. വഹാബികൾ വരെ ആ ക്ലിപ്പ് നിർത്തി. കാരണം അത് വന്ന ഒരു നാക്കുപ്പിഴയാണ്. ഞാൻ ഉദ്ദേശിച്ചതല്ല പറഞ്ഞു പോയത് എന്നത് എത്ര വട്ടാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ രക്തമാണ്, അഹാണ് എന്ന നിലയിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൻ്റെ ബാപ്പയാണ് എന്ന നിലയിൽ ഒരു പ്രത്യേക സ്ഥാനം അലി ഇബ്നു അബീ ത്വാലിബിനുണ്ട്. അത് ആർക്കുമില്ലാത്ത സ്ഥാനം. അത് പറയാനാ വന്നത്. ആ നിലയിൽ സിദ്ദീഖുൽ അക്ബറിനോ ഉമർ ഇബ്നുൽ ഖത്താബിനോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ റളിയല്ലാഹു അൻഹും അവർക്കില്ലാത്ത ഒരു പദവിയിലാണ് സയ്യിദുനാ അലിയുൽ മുർത്തള. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ മുഅ്മിനായ മഹാൻ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ് എന്ന കാര്യം എത്ര തവണയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ നബിയല്ലല്ലോ, എനിക്ക് വഹയില്ലല്ലോ, ചിലപ്പോൾ നാക്കുപ്പിഴ സംഭവിക്കും. അത് 2013 നടത്തിയ പ്രസംഗമാണ്. എത്ര വട്ടാണ് ആവർത്തിച്ച് പറഞ്ഞ് നാക്കുപിഴച്ചതാണ്, ക്ഷമിക്കണം. എന്നിട്ടും ആവർത്തിക്കണം. എന്തെങ്കിലും ലക്ഷ്യം? അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് അള്ളാഹ് ചോദിക്കുകയാണ്, ഇത് ഇവൻ എത്രയോ വട്ട് തിരുത്തിയില്ലേ, എന്തിനാ ഇത് പിന്നെയും ജനങ്ങളെ പിന്നിൽ ഫിത്ന ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്തെങ്കിലും മറുപടി അറിയാം? 2013 നടത്തിയ പ്രസംഗം. അത് ഞാൻ പറഞ്ഞത് മാറിപ്പോയത്, എൻ്റെ ലക്ഷ്യം അത് പറയലല്ല. ഞാൻ ഒരു പ്രത്യേകത, ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്താ? വഅൻത അഖീ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ അഖ്, അത് അലിയാണ്. ഇന്നല്ലാഹ ജഅല ദുർരിയത കുല്ലി നബിയ്യിൻ മിൻ സുൽബിഹി വജഅല ദുർരിയതി മിൻ സുൽബി അലി. എല്ലാ നബിമാരുടെയും കുടുംബ പരമ്പര ആ നബിയുടെ മുതലിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ വജഅല ദുർരിയതി മിൻ സുൽബി അലി, എന്റെ പരമ്പര ഈ അലിയിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ റസൂലുള്ളാഹിയുടെ കുടുംബത്തിന്റെ പിതാവാണ് ആര്? സയ്യിദുനാ അലി. ഇത് പറയലിൽ ലക്ഷ്യം നാവ് വെച്ചോ. അത് 100 വട്ടം ആവർത്തിച്ചു, 100 വട്ടം ആവർത്തിച്ച് പറഞ്ഞു. നാവ് പെച്ചതാണ്, ക്ഷമിക്കണം, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, അതല്ല എൻ്റെ ലക്ഷ്യം. ലോകത്തെ ഏറ്റവും വലിയ മുഅ്മിൻ സിദ്ദീഖുൽ അക്ബറാണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എങ്ങനെയുണ്ട്? അപ്പൊ എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെ എല്ലാ ഔലിയാക്കളുടെയും നേതാവാണ് ഷെയ്ഖ് അഹ്മദ് തിജാനി എന്ന കാര്യത്തിൽ ഒരു തിജാനിക്ക് തർക്കമില്ല. അത് അഹ്ലു സുന്നക്കെതിരായ വിശ്വാസവുമല്ല. നീ അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിക്കണം, നീ തെളിയിക്കണം. ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും മൊഹീദ്ദീൻ ഷെയ്ഖാണ് ലോകത്തെ എല്ലാ ഔലിയാക്കന്മാരെയും നേതാവ് എന്നതിന് ഒരു രേഖ, സുചിന്തിതമായ സുനിശ്ചിതമായ കൃത്യമായ ഒരു രേഖ കാണിക്കണം. അത് വിശ്വസിക്കൽ സുന്നികൾക്ക് നിർബന്ധമാണ് എന്ന് കാണിച്ചാൽ ഓക്കെ, തെളിയിച്ചാൽ അങ്ങനെ ഓക്കെ. പിന്നെ ഔലിയാക്കന്മാരെയൊന്നും തിജാനികൾ ബഹുമാനിക്കാറില്ല, എല്ലാ ഔലിയാക്കളെയും നിസ്സാരപ്പെടുത്തും. നിങ്ങൾ എന്ത് വർത്താന ഈ പറയുന്നത്? ഇന്നും ഒരു വലിയനെതിരെ ഏതെങ്കിലും ഒരു വഹാബി പ്രസംഗിച്ചാൽ ആദ്യം ചാടി മറുപടി പറയാ റഹ്മത്തുള്ളാഹി. നിങ്ങൾക്കറിയാം, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ 2 വരി പാടാത്ത ഒരു പ്രസംഗം ഒരാഴ്ചയിൽ എനിക്ക് ഉണ്ടാവുന്നില്ല. ഷെയ്ഖ് 2011 ഇനി ഇതിനൊക്കെ ഒരു നിലക്ക് കാരണം അള്ളാഹു എനിക്ക് ഈ ഫതഹ് നൽകാൻ ഒരു കാരണം. ഫതഹ് എന്നോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കൃത്യമായ മാർഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 2011 റമളാൻ മാസം കഴിഞ്ഞു എൻ്റെ ക്ലാസ്സിൽ വരുന്ന ചില ആളുകളോട് പറഞ്ഞു, നമുക്ക് ഹാജ സിയാറത്ത് ചെയ്യണം ഈ കൊല്ലം.
അങ്ങനെ ഞങ്ങൾ 2011 ഹാജ സിയാർത്ത് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നമുക്ക് ഇപ്രാവശ്യം അത് എത്ര തവണയെന്ന് പറഞ്ഞ ചെറിയൊരു സംശയം തോന്നുന്നു, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടില്ല. 100 ഉറപ്പ്, 100 ഏതായാലും ഉറപ്പ്. ഇനി 313 എനിക്കൊരു അഭിപ്രായം, ഇത്രയാണെന്നറിയില്ല. നമ്മൾ ഹാജാൻ്റെ അടുത്തെത്തുമ്പോഴത്തിന് അത്ര യാസീൻ ഓതണം. 100 യാസീനാണെന്നും 313 യാസീൻ അതെന്ന് ഓർമ്മയില്ല. ഏതായാലും ഒരു വലിയ എണ്ണം യാസീൻ ഓതുക. എന്താണ് യാസീൻ്റെ ലക്ഷ്യം? ഖാജക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവർ ഇന്ത്യയിലേക്ക് പറഞ്ഞ അവരുടെ പ്രധാനപ്പെട്ട പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട ഖാജ. കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ മശീഅത്തോടുകൂടെ ഇന്ത്യയിലെ നന്മക്ക് വേണ്ടി വരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഖാജ. അപ്പൊ ഖാജയാണല്ലോ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അവരുടെ അകക്കാമ്പ് നന്നാക്കി കൊടുക്കാൻ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അങ്ങനെയാണല്ലോ നമ്മളെ ബാപ്പാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അവര് നമ്മളെ ബാപ്പാരൊക്കെ തന്നെ ഞാൻ പറയാറുണ്ട്, സുൽത്താനുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ് എന്ന് പറയാറുണ്ട്. സലീം ചിശ്തിയുടെ എന്ന വലിയൊരു സൂഫി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് അക്ബർ ചക്രവർത്തി പോയി പറഞ്ഞു, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളുണ്ടാകാൻ ദ്വാരക്കണം. അപ്പോൾ സലീം ചിശ്തി വലിയ മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, എന്നോടല്ല പറയേണ്ടത്, എൻ്റെ ശേഖന്മാരുടെയും ശേഖായി നീയല്ല സുൽത്താൻ, അക്ബറെ നീയല്ല സുൽത്താൻ, സുൽത്താൻ അജ്മീറിൽ കിടക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ പോയി അള്ളാഹുവോട് ദുആ ചെയ്യ്, അപ്പോൾ കുട്ടിയെ കിട്ടും. അങ്ങനെ അക്ബർ എന്ത് ചെയ്തു? അജ്മീറിലേക്ക് പോയി. ഒരഭിപ്രായം നടന്നു എന്നാണ്. അങ്ങനെ ഒരു താരീഖും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോയി ദുആ ചെയ്തു. ആ വർഷം ഭാര്യ ഗർഭിണിയായി, പ്രസവിച്ചു ഒരാൺകുട്ടിയെ. അപ്പോൾ ആ കുട്ടിക്ക് സലീം ചിശ്തിയുടെ ഉപദേശപ്രകാരമല്ലേ കുട്ടി ഉണ്ടായത്, അതുകൊണ്ട് ആ കുട്ടിക്ക് സലീം എന്ന് പേരിട്ടു. ആ സലീമാണ് ജഹാംഗീർ ചക്രവർത്തി. ജഹാംഗീർ ചക്രവർത്തിയുടെ അടിസ്ഥാന പേര് സലീമാണ്. മനസ്സിലായോ? എല്ലാവരും ജഹനാരിയുടെ ആത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജഹനാരിയുടെ ആത്മകഥ. ജഹനാര ആരാന്നറിയോ? ജഹനാര എന്ന് പറഞ്ഞാൽ ഷാജഹാന്റെ മോളാണ്. അതായത് ഔറംഗസീബ് റഹ്മത്തുള്ളാഹിയുടെ നേർപ്പെങ്ങളാണ് ജഹനാര. ജഹനാരിയുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ പുസ്തകം കണ്ടിട്ടുണ്ട്. അപ്പൊ ജഹനാരയുടെ വസിയത്താണ് എന്ത് ഇത് പിന്നെ രാജകുമാർ, ഞാൻ മരിച്ച് എന്നെ മറവ് ചെയ്താൽ എൻ്റെ മീസാൻ കല്ലിൻ്റെ മുകളിൽ ഇത് രാജകുമാരിയുടെ ഖബറാണെന്ന് എഴുതി വെക്കരുത്. അതാ ഖബറു മുരീദത്തി ഖാജ, ഇത് ഖാജയുടെ മുരീദത്തിന്റെ ഖബറാണെന്ന് എഴുതി വെക്കുക. ഞാൻ ഖാജയുടെ മുരീദത്താണ് എന്ന് എഴുതി വെക്കുക. കുറെ കാലങ്ങൾക്ക് ശേഷം അവരൊക്കെ ജീവിക്കുക, പക്ഷെ അവരൊക്കെ മുരീദന്മാർ. ആരുടെ? ഖാജ. അപ്പൊ നമുക്ക് ഖാജയോട് പോയി പറയൊരു വേറെ വഴി നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ വയൽ പറഞ്ഞിട്ട് നമ്മളെ ഉള്ളൊന്ന് നന്നാക്കണ്ടേ. അങ്ങനെ ഞാൻ ഖാജയുടെ ആ എണ്ണം 313 ഓർമ്മല്ല, 100 ഓർമ്മല്ല, ഏതായാലും ആ അദദ് പൂർത്തിയാക്കുന്നത് അജ്മീറിൽ ഖാജയുടെ കാൽച്ചുവട്ടിലാണ്. അള്ളാഹുവിന്റെ ദീൻ ആ വെളിച്ചം നൽകാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ പ്രത്യേകമായ ഒരു ഇൽഹാമിന്റെ അറിവ് കൊണ്ട് വന്ന് പ്രബോധനം നടത്തി വലിയ വലിയ ആളുകൾക്ക് മാറ്റമുണ്ടാക്കിയ മനുഷ്യന്റെ കാലിന്റെ ചുവട്ടിൽ വെച്ച് റബ്ബിനോട് ഞാൻ ദുആ ചെയ്തു, റബ്ബേ എന്റെ ലക്ഷ്യം ഈ യാസീനൊക്കെ ഓതിയപ്പോൾ അത് റസൂലുള്ളാഹിക്ക് ഖാദക്ക് ഹദിയാക്കാൻ എന്റെ ലക്ഷ്യം എന്താ? എനിക്കൊരു വഴി കാണിക്കണം. ഇനി ഇങ്ങനെ പറ്റൂല, എനിക്കൊരു വഴി കാണിക്കണം. ആ സംഭവം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. 3 മാസത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാർഗത്തിലേക്ക് ഫതഹ് തന്നതാണ്. പ്രത്യേകിച്ച് ഇന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കാണ്, എപ്പോഴും തിരക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ എൻ്റെ ഔറാദുകൾ മുടങ്ങിയിട്ടില്ല, ഇന്ന് വരെ ഒന്നും മുടങ്ങില്ല. എന്തുകൊണ്ട്? അത് അല്ലാഹു തൗഫീഖ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ മുടങ്ങും. ഞാൻ പല മാർഗത്തിലും പോയി കൈ പിടിച്ചിട്ടുണ്ട്, പലരുടെ കയ്യിലും ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്കെളുപ്പമല്ല. ഞാൻ ആ മാർഗത്തെ കുറ്റം പറയല്ല, എനിക്കെളുപ്പാവൂല. നിലം ഉഴുതു എന്നതുകൊണ്ട് വിത്തായ ഗോതമ്പിനെ വിളിച്ചിട്ട് എറിഞ്ഞിട്ട് കാര്യമല്ല. ഗോതമ്പ് മൂത്തേടത്തെ പാടത്ത് മുളക്കൂല. ഗോതമ്പ് നല്ലാത്തൊന്നല്ല, ഗോതമ്പ് ആ മണ്ണിന് പറ്റൂല. കുല്ലുക്കും ആദമ വ ആദമ മിൻ തുറാബ്. നമ്മൾ മണ്ണിൽ നിന്നുണ്ടായതാണ്. അപ്പൊ എല്ലാ വിത്തും നമ്മളെ മണ്ണിൽ പറ്റൂല. ആപ്പിളിന് എന്ന് പറഞ്ഞാൽ 180 കിലോ ആണ് ഉറുപ്പ്യാണ് 1 കിലോ ആപ്പിളിനൊക്കെ. ഇപ്പോൾ ലേശം ഇറങ്ങി ഇത്ര. എന്നാ അത് വിചാരിച്ച് നമ്മൾ ഈ റബ്ബർ ഉണ്ടാക്കണ തൊടുവിലൊക്കെ ആപ്പിൾ ഉണ്ടാക്കിയല്ലോ. ആപ്പിൾ നല്ലതല്ലേ? ആണ്. നമ്മളെ മണ്ണ് നല്ലതല്ലേ? ആണ്. പക്ഷെ ആപ്പിളിന്റെ വിത്ത് ഈ മണ്ണ് പറ്റൂല, ഈ മണ്ണ് ആപ്പിളിന് പറ്റൂല. നമുക്ക് ചീനാപ്പറങ്ങി മുളക് ഉണ്ടാക്കാം.
അവർ 10 റുപ്യക്ക് വിൽക്കുന്ന ആപ്പിൾ നമ്മൾ 180 ഇവിടെ വാങ്ങും. നമ്മൾ 25 റുപ്യക്ക് വിൽക്കുന്ന തീനാപ്പറങ്ങി മുളക് 250 റുപ്യക്ക് അവിടെയും വാങ്ങും. ഇതൊക്കെ ലോകത്തിൻ്റെ ഒരു ഹിക്മത്താണ്. അങ്ങനെയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 10 കൊല്ലം മുമ്പ് എമ്പാടും ആലോചിച്ചിരുന്നൊരു കാര്യം, അക്കാലത്ത് ഗൾഫ് പൊളിഞ്ഞോലൊക്കെ തമിഴ്നാട്ടിലേക്ക് കച്ചവടത്തിന് പോയി. തമിഴന്മാർ അക്കാലത്ത് അരി വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പണിക്കും വരും. അപ്പം ഞാൻ അത് ഇങ്ങനെ ആലോചിക്കും, ഓൾക്ക് അവിടെയും അത് നടക്കൂല. നമുക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ കച്ചവടം ചെയ്യണം, അവർക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ കേരളത്തിൽ പണിയെടുക്കുമാണോ? എന്താ അങ്ങനെ? അതങ്ങനെയാണ്. ആൾക്കൂട്ടം എന്നൊരു നോവലുണ്ട് ആനന്ദിന്. അത് ഞാനൊരു 15 കൊല്ലം വായിച്ചാൽ. പക്ഷെ ആ പുസ്തകം എന്നെ വളരെ സ്വാധീനിച്ച പുസ്തകം. അതിൻ്റെ സ്ഥലത്ത് ആനന്ദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഗ്രാമത്തിൽ എല്ലാം കൃഷി, ഭക്ഷ്യധാന്യങ്ങളെല്ലാം ഗ്രാമത്തിലാണ് ഉണ്ടാവുക. എന്നാൽ ഒരാൾ ഗ്രാമത്തിൽ പെട്ടുപോയാൽ പെട്ടത് തന്നെ ഭക്ഷണം കിട്ടൂല. പട്ടണത്തിൽ കൃഷിയില്ല, എന്നാൽ ഭക്ഷണം വില കൊടുത്താൽ കിട്ടുക. എവിടെ നിന്നാണോ ഭക്ഷണം കിട്ടുക അവിടെ കൃഷിയില്ല. എവിടെയാണ് കൃഷി അവിടെ ഹോട്ടലുമില്ല. ഇത് ഒരു ഹിക്മത്തിന്റെ ഭാഗ. ആൾക്കൂട്ടത്തിലാണത്. അനന്തല്ല ബൗദ്ധികമായ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെതാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ആനന്ദിനാണ്. നല്ല എഴുത്തുകാരനാണ്, മനോഹരമായ ഭംഗിയായ നല്ല. അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയിരുന്നു, പിന്നെ ശാസ്ത്രജ്ഞൻ എന്ന പതിയൊക്കെ പിന്നെ വലിച്ചെറിഞ്ഞ് നോവലിസ്റ്റായി തീർന്ന ആളാണ് ആനന്ദ്. അപ്പം ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്ന പുസ്തകത്തിലാണ് ഇത്. അപ്പം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്തിൻ്റെ ചേർച്ചയാണ്. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ നിങ്ങളോട് പറയുന്നത്, അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കത് എളുപ്പമാക്കി തന്നു. അത് എൻ്റെ മണ്ണിന് അത് എളുപ്പമാണ്, ഇന്ന് വരെ നടന്നിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നത് തിജാനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ ആലോചിച്ചാൽ അത്രയും വലിയ സംവിധാനങ്ങളും സ്വർഗങ്ങളും സൗകര്യങ്ങളും ഉണ്ട് എന്നാണ്. അത് കേൾക്കുന്ന തിജാനിക്ക് അഹങ്കാരം ഉണ്ടാവൂലേ? എനിക്ക് അഹങ്കാരമില്ല. എന്തുകൊണ്ട്? ഞാൻ തിജാനിയാണെന്ന് എനിക്ക് ഉറപ്പില്ല. എന്റെ കയ്യിൽ കൈവച്ചവർക്കും അഹങ്കാരമില്ല. എന്തുകൊണ്ട്? അവരോട് സദാ നേരവും ഞാൻ പറയാറുള്ളത്, എന്റെ കയ്യിൽ ഇതൊക്കെ ലാഹിറായ കാര്യങ്ങൾ മാത്രമാണ്. ഇതിനി ആര് സ്വീകരിക്കണം? അല്ലാഹു സ്വീകരിച്ച വലിയ ദർജയുണ്ടാവും. സ്വീകരിച്ച സ്വഭാവം നമ്മളിൽ കാണാനില്ല. പിന്നെ എന്താണുള്ളത്? പിന്നെ നബിദിന യോഗത്തിൽ കുട്ടികൾ പറയുമല്ലോ, എല്ലാവരും തേങ്ങ ഉടക്കുമ്പോൾ നമ്മൾ ചർച്ച കൊടുക്കണം. ഞാൻ മരിക്കുമ്പോഴെങ്കിലും ഒരു തിജാനിയായി മരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ട്? തിജാനിയാവുകയാണെങ്കിൽ അവന് ഒരുപാട് സ്വഭാവങ്ങളാണ്. ഇതാണ് അഹ്മദ് തിജാനി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത മുസ്തഫ റസൂലുള്ളാഹിന്റെ സ്വഭാവം. നമുക്ക് കിബിറുണ്ടാകാൻ പാടില്ല. അത് നമുക്ക് കിബിറേ ഉള്ളൂ. നമുക്ക് ഹസദ് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഹസദേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇന്നലെ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എടാ ദിക്റുകൾ തേങ്ങയുടെ പീര മാത്രം പറഞ്ഞിട്ടില്ലേ? ഇന്നലെ അത് പറഞ്ഞ് ഇന്നലെ അത് പറഞ്ഞില്ലേ? തേങ്ങയുടെ പീര, പാല് വേറെ. എന്നാ പീര മദ്ഹറം, പാലാരും കണ്ടോളന്നില്ല. പീരങ്ങനെ കിടക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? തേങ്ങ അരച്ചിട്ടുണ്ട്. സത്യത്തിൽ തേങ്ങാപ്പാല് പണിക്കാരത്തി പെണ്ണ് കുടിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ചണ്ടിയാണ് എന്തിലിട്ടത്? കറിയിലിട്ടു. മുതലാളി കറി കൂട്ടുമ്പോൾ കറിക്കോട്ട് രസമില്ല, ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? മറ്റത് ഓള് തടിച്ചു നന്നായി. എന്നതുപോലെ നമ്മൾ ഈ പീരാണ്, നമ്മൾ ദിക്റിലുന്നു, അതൊരു പീരാണ്. അതിന്റെ ഉള്ളിലോ അതിന് റൂഹുണ്ട്. അതെന്താ? കിബിറില്ലായ്മ, ഹസദില്ലായ്മ, റിയാ ഇല്ലായ്മ, ഉജ്ബില്ലായ്മ, ഇതൊക്കെ നമുക്കുണ്ട്. അതെങ്ങനെ കളയാ അറിയില്ല. ഇനി എന്താണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്? നട്ടപ്പാതിരൊക്കെ കരയ, റബ്ബേ ഇന്ന് ഞാൻ നന്നായിട്ടില്ല, ഞാനീ ദിക്റില്ല എന്നുള്ളൂ, ഞാൻ ദിക്റ് നൂലേ നന്നാവൂല. നന്നായാലേ അള്ളാഹുവിനടുക്കൽ തിജാനിയാവുള്ളൂ. ഞാൻ ഈ പ്രസംഗവേദിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അടുത്തിന് നാട് നശിപ്പിക്കാൻ പോകുന്ന ത്വരീഖത്തുകാരാണ്. ഈ പ്രസംഗ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? ഇനി നാട് നശിപ്പിക്കൽ ത്വരീഖത്തുകാരാണ്. എന്താണ് ത്വരീഖത്തുകാർ നാട് നശിപ്പിക്കും എന്ന് പറയാൻ കാരണം? അവർക്കൊരു മൗഢ്യം വന്നു ചേർന്നു, ഞങ്ങളെല്ലാവരും സ്വർഗാവകാശികളാണ്. ആര് പറഞ്ഞു എന്നോട്? ഈ തിജാനിയാന്ന് ആര് പറഞ്ഞു? വാഹിറിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ബാത്തിനിൽ അള്ളാഹ് സ്വീകരിച്ചോ? ആരറിഞ്ഞു? സ്വീകരിച്ചാണ് സ്വഭാവം മാറുമല്ലോ. സ്വീകരിച്ചില്ല ഉറപ്പാണ്. ഇനി എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കണം?
അള്ളാഹു സ്വീകരിച്ച തിജാനി ആയിട്ടില്ല ഞാൻ എന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പാണ്. ഇനിയൊരു അഡ്ജസ്റ്റേ ഉള്ളൂ, കരയുക. ഇന്നലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്, റബ്ബേ ജിന്നെ തിജാനി ഏൽപ്പിക്കണം. എന്റെ റെക്കോർഡിൽ ഞാൻ തിജാനിയായി വരണം. ഞാനോ? ഞാനല്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ബയ്യത്ത് ചെയ്ത് കൊടുക്കണം? ഞാൻ എനിക്കൂടെ ബയ്യത്ത് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇന്നലെ ഒരാൾക്ക് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അയാളോട് പറയാ, ഷറഫാക്കപ്പെട്ട മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ എന്നെ ഏൽപ്പിച്ചത് പ്രകാരം അവരുടെ ഷറഫാക്കപ്പെട്ട കയ്യിന്റെ പകരക്കാരനായി തിജാനിയ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് ഞാൻ പ്രവേശനം നൽകിയിരിക്കുന്നു എന്ന് പറയാറുള്ളത്. അവരുടെ ഷറഫാക്കപ്പെട്ട കയ്യിന്റെ, അങ്ങനെ തന്നെയല്ലേ പറയാറുള്ളത്? ഞാനല്ല, ഞാൻ ആളല്ല. നിങ്ങൾ കണക്കാക്ക വേണ്ട. ഞാൻ വള്ളി മാത്രമാണ്, കരണ്ടല്ല. വള്ളിയും കരണ്ടും രണ്ടാണ്. പക്ഷേ വള്ളിൻ്റെ ഉള്ളിലൂടെ ആര് വരും? കരണ്ട് വരും. അത് അവിടുന്ന് സ്വിച്ച് ഓഫ് ആക്കിയാൽ പോവുകയും ചെയ്യും. പിന്നെ വള്ളി കരണ്ടിട്ട് കാര്യമല്ല. ഞാൻ വള്ളിയാണ്. ഞാൻ വള്ളിയാണ് എന്ന് എനിക്കൊപ്പം. ഞാൻ വള്ളിയാണ്, ഞാൻ കരണ്ടല്ല, വള്ളിയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കരച്ചിലും പീച്ചിലും കണ്ട് അതിലേക്കാണ് ചേർത്താലോ വലിയ ദറജ ഉണ്ടാവും. വലിച്ചെറിയും ചെയ്യാം. നമ്മൾ ആചരിച്ചാൽ വലിച്ചെറിയും. ഞാൻ തിജാനിയായത് എനിക്ക് വിനയമല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയ. ഞാൻ എൻ്റെ സദസ്സിൽ ഈ ദിക്ർ കൊണ്ട് വഞ്ചിതരാകരുത് എന്ന് പറയാത്ത പ്രസംഗങ്ങൾ എൻ്റെ മജ്‌ലിസിലില്ല. നിങ്ങൾ എന്താണ് മനുഷ്യന്മാരെ ദൂരെ നിന്ന് വർത്താനം പറയുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് എന്നോടൊന്ന് സംസാരിക്കാനും. 10,000-കണക്കിന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ആര് പറഞ്ഞാൽ ഞാൻ തിരുത്തും, ആര് പറഞ്ഞാൽ നിൽക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കാണ്. തിജാനിയാണെങ്കിൽ അവൻ യഥാർത്ഥ കയ്യിൽ കൈവച്ചവനാണെങ്കിൽ അഹങ്കാരം അവനുണ്ടാവില്ല. എൻ്റെ കയ്യിൽ കൈവച്ച ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല, 100% എനിക്കുറപ്പാണ്. അതിൻ്റെ പേരിൽ എന്തുകൊണ്ട് ഒന്നാം ഇരുത്തം മുതൽ അവസാനത്തെ ഇരുത്തം വരെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ അഹങ്കരിക്കണ്ട. ഇതൊക്കെ കേവലം വാചക കസർത്തുകൾ മാത്രമാണ്. അള്ളാഹു സ്വീകരിക്കണം. ഈ കൽബ് നന്നാവണം. അത് കൽബ് നമുക്ക് നന്നാക്കാൻ കഴിയുന്ന കോലത്തിലല്ല. ഇനി പണിയെടുത്ത് പണിച്ച് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നന്നായി കിട്ടിയെങ്കിലായി. ഇത് ശരി, ഞാൻ പറയാറില്ലേ, ഇത് ഞാൻ പറയുന്ന സത്യമല്ലേ, എന്നൊക്കെ അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാൽ, പരിശുദ്ധ തിജാനിയ മാർഗത്തെ എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ വിമർശിച്ച് നിങ്ങളുടെ ആഖിറം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് വളരെ താഴ്മയായി നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. തിജാനിയത്തിൽ ആധുനിക തിജാനിയത്ത്, പൗരാണിക തിജാനിയത്ത് എന്ന ഒന്നൊന്നില്ല. ഞാനതിൻ്റെ ഒരു മാനദണ്ഡമേ അല്ല. ഞാൻ പറഞ്ഞ ഞാനൊരു വള്ളിയാണ്. ഈ പ്രസംഗം തന്നെ നടത്താൻ കാരണം ഷെയ്ഖ് മൂസ റളിയല്ലാഹു അൻഹു ഈ റമളാൻ മാസത്തിൽ എനിക്ക് കത്തയച്ചു. നീ തിജാനിയ മാർഗത്തെക്കുറിച്ച് നഹ്ജുൽ ഹമീദ് എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കി കേരളത്തിൽ ഒരു പ്രഭാഷണം നടത്താം, ദീർഘമായ പ്രസംഗം നടത്താം എന്ന് അവർ പറഞ്ഞ് കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പ്രസംഗം നടത്തുന്നത്. ഇല്ലെങ്കിൽ അത് അവർ കൽപ്പിച്ചുകൊണ്ട് മാത്രമാണ്, വേറൊന്നുമില്ല. തിജാനിയാണെങ്കിൽ ആയിട്ടുണ്ടാവില്ല. ഞാൻ അഹങ്കരിക്കുന്നവരില്ലേ, അത് അവന്റെ തെറ്റായ വീക്ഷണാണ്. നാളെ അവൻ നന്നായേക്കാം, നന്നാകാതിരിക്കാം. എനിക്കുറപ്പുണ്ട്, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അഹങ്കാരമില്ലായ്മ റബ്ബിന്റെ സഹായത്തിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തിജാനിയത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അതിന്റെ ആഴത്തിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, ഞാനൊരു തിജാനിയോ ഒന്നുമല്ല. അള്ളാഹു രക്ഷപ്പെടുത്തിയാലല്ലാതെ രക്ഷപ്പെടാത്ത ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ എനിക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ തിജാനിയായി എന്നതിൻ്റെ പേരിൽ ഒരു കിബർ എനിക്കില്ല. വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അള്ളാഹു ഉണ്ടാവും, എമ്പാടുണ്ടല്ലോ. അള്ളാഹു തആല അത് നോക്കാൻ നന്നാക്കി തരട്ടെ. അതേസമയത്ത് തിജാനിയാണെന്ന പേരിൽ കിബർ എനിക്കില്ല. തിജാനികൾക്ക് അള്ളാഹു തആല ഒരുക്കി വെച്ച സൗഭാഗ്യങ്ങൾ അനവധിയാണെന്ന് മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാനതല്ല. ഞാന് തേങ്ങ ഉടച്ചിട്ടില്ല, ചിരട്ടേന ഉടച്ചത്. അത് തിജാനികൾക്കാണ്. ഞാൻ തിജാനിയുടെ ഷബീഹാണ്, സാദൃശ്യപ്പെട്ട് നടക്കാണ്, തിജാനി കോലത്തിൽ നടക്കാണ്. ഞാൻ തിജാനി അല്ല. ഞാൻ അതാക്കിത്തരണമല്ലോ, അവന്റെ മഹലായ കൊതിലുണ്ട്. അതിന് എന്താ വഴി? കരയ. ഇന്നലെ എന്റെ ക്ലാസ്സിലുള്ളൊരു കരഞ്ഞോളി ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിജാനിയാണെന്ന് അഹങ്കരിച്ചിറക്കണ്ട. തിജാനികൾക്ക് വലിയ നേട്ടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ തിജാനിയാണോ അറിയില്ല. നമ്മൾ അതിൽ ലാഹിറിൽ ഒപ്പിക്കേണ്ട ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ബാത്തിനിലെ ഗുണങ്ങളൊന്നും നമുക്ക് ഇല്ല. ഇനി ഉണ്ടായി വരണം, ഇപ്പല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തിജാനി എന്ന പേരിൽ ഒരു അഹങ്കാരം എനിക്കില്ല.
അത് ഉറപ്പാണ്. തിജാനിയത്തിൽ ഞാൻ ഒരു മുഖദ്ദമാണ്, അതിൻ്റെ പേരിൽ എനിക്ക് അഹങ്കാരമില്ല എന്ന് മാത്രമല്ല, എപ്പോഴെല്ലാം ശൈഖന്മാരെ കണ്ടു അപ്പോഴെല്ലാം ഇതൊക്കെ ബൈഅത്ത് ചെയ്തു കൊടുക്കേണ്ട അധികാരം എനിക്ക് തരരുത്, ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി, എനിക്കതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ കുടുങ്ങാനാകൂല, ഞാനൊരു നല്ല മനുഷ്യനല്ല, എനിക്ക് ഇതൊന്നും ഏറ്റെടുക്കാനുള്ള കരുത്തില്ല എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അത് കണ്ട ദൃക്സാക്ഷികൾ ഇന്ന് കേരളത്തിൽ ഉണ്ട്. അപ്പൊ ഞാൻ നീട്ടി പറയുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു മാർഗത്തെ, ആരിഫീങ്ങളുടെ പരിശുദ്ധമായ മാർഗം, ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ആരാണ്? ബഹുമാനപ്പെട്ടവരുടെ മുഖ്താറാത്ത് മിൻ റസാഇൽ ഷെയ്ഖ് സയ്യിദ് അഹ്മദ് തിജാനി എന്ന ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ അവരെ പറ്റി പറയുന്നുണ്ട്. ഷെയ്ഖ് ബിഖറിയത്തി ഐൻ മാളി ബിസ്ഹറ, ഐൻ മാളിയിലാണ് ജനിച്ചത്. ഹിജ്റ 1150 AD 1737. وبها نشأ وتربى ودرس وتعلم. عائلته عائلة علم وصلاح وفضل ومكانة تتمتع بسمعة عالية محترمة، أنجبت علماء كبارا وعارفين مرموقين منذ حلولهم بتلك القرية. അവർ ലോകം കണ്ട ആരിഫീങ്ങളെ അനവധി പ്രസവിച്ച കുടുംബമാണ് ആ കുടുംബം. ഇൽമു കൊണ്ടും സ്വലാഹ് കൊണ്ടും ഫള് കൊണ്ടും അറിയപ്പെട്ട കുടുംബമാണ് അവർ. അൻജബത്ത് ഉലമാ കിബാറൻ, വലിയ വലിയ ആലിമീങ്ങളെ പ്രസവിച്ച കുടുംബമാണ്, ആരിഫീങ്ങളെ പ്രസവിച്ച കുടുംബമാണ്. മർമൂഖീന മുൻദു ഹുലൂലിഹിം ബിതിൽകൽ ഖറിയ. قام رضي الله عنه عدة رحلات جاب خلالها قطار شمال أفريقيا ومصر والحرمين طلبا للشيخ المربي تيدي ദീർഘമായ യാത്ര ജീവിതത്തിലുടനീളം നടത്തി. وتمسكت പിന്നെ بتلك الغاية بعدة طرق من الطرق المشهورة أهمها الطريقة الوزانية. വസാനിയ ത്വരീഖത്തടക്കം അനവധി ത്വരീഖത്തുകളിൽ അവർ അംഗമായി. മഗ്രിബിലുള്ള, മസ്റിലുള്ള വസ്തഗറഖത് റഹലാതുഹു വതലബുഹു മാ ബൈന സന 1171 1196 ഇടയിൽ ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. وقعله الفتح الأكبر عام 1196 بقرية أبي سمعون حيث اجتمع يقظة بجده صلى الله عليه وسلم. അവസാനം ഹിജ്റ 1196 അബൂ സമഊൻ എന്ന ഗ്രാമത്തിൽ വെച്ച് യഖ്ലത്തിൽ നേരിട്ട്, സ്വപ്നത്തിലല്ല, നേരിട്ട് ഹിജ്റ 1196 മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തന്റെ വല്യുപ്പയായ മുസ്തഫ നബിയുമായി സംഗമിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരിട്ട്, ഉറക്കലല്ല. അല്ലദീ അഫാള അലൈഹി لم يكن له بحسمان من أنواره وعلومه ورباه تربية خاصة. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാർക്കും കൊടുക്കാത്ത പ്രത്യേകമായ പ്രകാശം മഹാനവർക്ക് നൽകി. അല്ലാഹുവിന്റെ റസൂൽ തന്നെ അവരെ തർബിയത്ത് ചെയ്തു. വസറഹ ലഹു, അഹ്മദ് തിജാനി തങ്ങളോട് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു, ബി അന്നഹു ശൈഖുഹു, തന്റെ ഷെയ്ഖ് ഞാനാണ് എന്ന്. ഞാനാണ്, അതായത് ഹബീബായ നബിയാണ് ഷെയ്ഖ്. ആരുടെ? അഹ്മദ് തിജാനി തങ്ങളുടെ. മുറബ്ബി, എന്റെ താങ്കളുടെ ഷെയ്ഖ് മുറബ്ബിയും ഞാൻ തന്നെ. വകാഫിലുഹു, അങ്ങ് ഏറ്റെടുത്താളും തന്നെ, ഏറ്റെടുത്താളും ഞാൻ തന്നെ. വഅന്നഹു ലാ മിന്നത ലിമഖ്ലൂഖിൻ അലൈഹി, ഒരാൾക്കും താങ്കളുടെ മേൽ ഒരു പ്രത്യേകമായ അഭിമാനം പറച്ചിൽ ഇല്ല. റസൂൽ നേരിട്ട് കൊടുത്തതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളമിന ലഹു വലിമൻ അഖദ അൻഹു ഉമൂമൻ വഖുസൂസൻ ളമാനാത്തിൻ അളീമത്തിൻ അലിയ. തിജാനികൾക്കെല്ലാം ഉന്നതമായ മഹത്തായ വാഗ്ദത്തം മുസ്തഫ നബി നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സത്യമാണ്. ഒരു ഞാനയിലാണോ? അല്ല, ഇതുവരെ ആയിട്ടില്ല. അയാൾ സ്വഭാവം നന്നാവും. മരിക്കണിന്റെ ഒരു ശ്വാസം മുമ്പെങ്കിലും അള്ളാഹു അത് അംഗീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ആഗ്രഹം. എന്തെങ്കിലും അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹു അത് അംഗീകരിച്ച് സാലിഹ്യങ്ങളായ തിജാനികളെ കൂടെ നാളെ ആ കോടതിയിൽ വരുമ്പോഴത്തേനും അവരെ കൂട്ടത്തിൽ എത്താനുള്ള. ഇവിടെ ഇപ്പം അത് അതിൽ കൂടി അതിൻ്റെ ആളായി അറിയപ്പെട്ടിട്ട് എന്താ കാര്യം? പിന്നെ ഈ ചെയ്യണമൊക്കെ എന്തിനാ? അതൊരു ചിരട്ട ഉടക്കൽ നടത്താണ്. ബിരുദും വലീഫയൊക്കെ ഒരു ചിരട്ട ഉടക്കലാണ്. തിജാനികളായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്വഭാവത്തിൽ ചേഞ്ച് വരും. ഒരു മനുഷ്യൻ ത്വരീഖത്തുകാരനായാൽ ആദ്യം ആസിലെ അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ വ്യതിയാനം വരും. അത് എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരുത്തം സ്വീകരിക്കേണ്ട നിസ്കാരം നിസ്കരിക്കലും സ്വീകരിക്കാത്ത നിസ്കാരം നിസ്കരിക്കലും വ്യത്യാസമുണ്ട്. ഉണ്ടോ അല്ലേ? ഉറങ്ങല്ലേ ഉണ്ടോ അല്ലേ? ഒരാൾ സ്വീകരിച്ച നിസ്കാരമാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച സ്വഭാവം ആ നിസ്കാരം കഴിഞ്ഞിട്ട് അയാളിൽ വ്യത്യാസം ഉണ്ടാവും.
അത് ഉറപ്പാണ്. ഒരാൾ ഹജ്ജ് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കപ്പെട്ട ഹജ്ജും സ്വീകരിക്കപ്പെടാത്ത ഹജ്ജും വ്യത്യാസമുണ്ട്. സ്വീകരിക്കപ്പെട്ട ഹജ്ജാണെങ്കിൽ അതനുസരിച്ച് സ്വഭാവം മാറും. സ്വീകരിക്കപ്പെടാത്ത ഹജ്ജാണെങ്കിലോ അങ്ങനെ തന്നെ. ഷഹബാനിലെ അതേ സ്വഭാവം തന്നെ നമുക്ക് ഷവ്വാലില്. കുറെ ഭക്തക്ക് നിന്ന് പോയിനേ ഉള്ളൂ. നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ മാറും? എവിടെ മാറുക? നെറ്റിയിലല്ലടോ. എന്ന് നെറ്റി ഒരാൾ മാറേണ്ടത് നെറ്റിയിലെ അടയാളം കൊണ്ട്. ഒരാൾ മാറേണ്ടത് എവിടെയാണ്? അയാളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. സ്വഭാവത്തിൽ നമുക്ക് വ്യത്യാസം വരുന്നില്ല. അതിനർത്ഥം എന്താ? നിലവിൽ അള്ളാഹു തആല സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഈ കോടതിയിൽ അള്ളാഹു തആല ഒരു മുസാമഹത്ത്, ഒരു മാപ്പ് നമുക്ക് തന്നാലോ? അങ്ങനെ തന്നെയല്ലേ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അർത്ഥം വെക്കും. ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം, തൻഹാ, അത് തടയും, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ വൃത്തികേട്, അശ്ലീലത, വൃത്തികേടുകൾ, അനാവശ്യമായ തോന്യാസങ്ങൾ, വെറുക്കപ്പെടേണ്ട കാര്യങ്ങൾ, അതിനെ തടയാൻ എന്തിനു കഴിയും? നിസ്കാരത്തിൽ. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഇമാമും മൗമുമും പായുന്നത് എന്തെടുക്കാനാ? മൊബൈലിലെ പെണ്ണിനെ ഡാൻസ് കാണാനാണ്. 1% എല്ലാ ഇമാമും മൗമുമെന്നല്ല, 1% നിസ്കരിച്ചല്ലോ. നിങ്ങൾ 99 വിട്ടളി. 1% അത് എടുക്കാൻ പായുന്നില്ലേ? ഓൻ നിസ്കരിച്ചിട്ടില്ലേ? എന്നിട്ട് ഓനാ നിസ്കാരം തടഞ്ഞോ? തടഞ്ഞോ? ഇല്ല. അതിനർത്ഥം എന്താ? അള്ളാഹു സ്വീകരിക്കേണ്ട വിധത്തിൽ അവൻ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിൽ ഞാൻ തിജാനി ആയിട്ടില്ല. ആയാലോ പിന്നെ സ്വഭാവം പൂർണ്ണമായി മാറും. എനിക്ക് ഇത്രയും വലിയ സ്ഥാനങ്ങൾ തിജാനികൾക്കുണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എനിക്ക് അഹങ്കാരമല്ല എന്നത്. എനിക്കത് തന്നത് ഞാൻ ഒന്നല്ലല്ലോ എന്നാണ്. കാരണം ഞാൻ തിജാനി, അതെനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അതിന്റെ സ്വഭാവം എനിക്കിവിടെ മാറും. നീ എന്തേ ഉള്ളൂ, എനിക്ക് ഇന്നെ ശുദ്ധീകരിച്ചിടാൻ കഴിയില്ല, പിന്നെ എന്തേ ഉള്ളൂ. അവസാനം ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഒരു കരയില്, ഇതൊക്കെ ഞാൻ ചെയ്തു റബ്ബേ, ഞാൻ ഇപ്പോഴും നന്നായിട്ടില്ല, ജിന്നെ നന്നാക്കി കൊണ്ടാന്ന് പറഞ്ഞുള്ള ആ കരച്ചിൽ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ നാളെ രക്ഷപ്പെടും. ഞാൻ അവസാനിപ്പിക്കാണ്. സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ പോലും ചില ഔലിയാക്കന്മാരെ മോശപ്പെടുത്തി പറയുമ്പോൾ പോലും അതിന് മറുപടി പറയാൻ കഴിഞ്ഞ 25 കൊല്ലത്തിനുള്ളിൽ എൻ്റെ നാവ് ഞാൻ ചെലവാക്കിയതിന് കയ്യും നടക്കില്ല. ഞാൻ 2011 മുതൽ തിജാനിയ. എന്നാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി, ഷെയ്ഖ് റിഫായി, ഇവരെ കുറിച്ചൊക്കെ എത്ര പ്രസംഗങ്ങൾ പിന്നീട് ഞാൻ നടത്തി. ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലിയെ കേരളത്തിൽ ഏറ്റവും ഭംഗിയായി പ്രസംഗിച്ച ഒരാൾ താങ്കളാണെന്ന് പല ഷാദുലികളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഷാദുലി ഇമാമിന്റെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് ഷാദുലികളായ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത് 2019, 2020 അബുൽ ഹസൻ ഷാദുലി തങ്ങളെ ഞാൻ പ്രസംഗം നടത്തി. അദ്ദേഹം ഷാദുലിയാണ്, ഞാൻ ഷാദുലിയല്ല. മഹാനായ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കുറിച്ച് ഞാൻ നടത്തിയ പ്രസംഗം എത്രയോ ഷാദുലികൾ എന്നോട് സന്തോഷപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാത്തൊരു പ്രസംഗമായി പോയി. ഞങ്ങൾക്ക് ധാരാളം അറിവുകൾ അതിൽ നിന്ന് കിട്ടി. അബുൽ ഹസൻ ഷാദുലിയെ മഹത്വപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ ഈ കൂട്ടത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആവശ്യമില്ലാത്തത് പറഞ്ഞ് കളവുകളും മറ്റും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു പരത്തിയാൽ അതിൻ്റെ ആഖിബത്ത് ചെറുതാകൂല. പ്രത്യേകിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട സുലഹാക്കള മാർഗത്തിൽ നിന്ന് ഒരാൾക്ക് ഗുരുത്തക്കേട് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം വളരെ വലുതായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ സ്നേഹബുദ്ധിയാ ഉപദേശിക്കുകയാണ്. എല്ലാവരെയും ഇന്നാലിന്ന ആളെ എന്നില്ല. ഔലിയാക്കൾ ആരിഫീങ്ങൾക്കെതിരാകാൻ ശ്രമിക്കുന്ന, അവർക്കെതിരെ പ്രഭാഷണം നടത്തുന്ന, അവർക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും അവരുടെ ഗുരുത്തക്കേട് വാങ്ങരുത്. അത് ആഖിബത്ത് നഷ്ടപ്പെടാൻ കാരണമാകും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദാനി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ ഔലിയാക്കൾ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ, ശത്രുത വെച്ചാൽ അവരോട് ഞാനാണ് നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പുണ്യ റസൂൽ മുസ്തഫ അള്ളാഹു പറയുന്നതായി പുണ്യ റസൂൽ മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആഖിബത്ത് നന്നായി യഥാർത്ഥ ബാക്കി കാര്യം അടുത്ത പ്രഭാഷണത്തിൽ നടത്തും ഇൻഷാ അല്ലാഹ്. ഇനി എന്ത് സംശയം ഒരാൾക്കുണ്ടെങ്കിലും ഞാൻ കേരളത്തിലുണ്ട്. ആർക്കും എൻ്റെ അടുത്ത് ഞാൻ ഒന്നുമല്ല. എന്നാൽ ഇന്നെ നിങ്ങൾ വിമർശിച്ചോളി, പക്ഷെ ഇന്നെ വ്യക്തിപരമായി വിമർശിക്കാം. അതേ സമയത്ത് പറഞ്ഞ സത്യങ്ങൾക്കെതിരെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് എന്നെ സമീപിക്കാം.
ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين فإلى من تمد الليادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين وقد أتينا بابك يا الله بالثناء عليك وبالثناء على حبيبك المصطفى وبعبادك الصالحين فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا جود الأجودين ويا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.